മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രോഹിത്തിന് ജാമ്യം കിട്ടി. രോഹിത് നിരപരാധിയാണെന്ന സത്യങ്ങളൊക്കെ ശരണ്യ കോടതിയിൽ അങ്ങ് പച്ചക്ക് വിളിച്ചു പറയും. ഇത് കേട്ടപ്പോൾ ആദ്യം വിശ്വസിക്കാനാവാതെ ജഡ്ജി തന്നെ ശരണ്യയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. പക്ഷേ ജഡ്ജി എത്രയൊക്കെ തുറന്നു ചോദിച്ചിട്ടും ശരണ്യ ഒരു ഇത്തിരി പോലും പൊതറാതെ തന്നെ കൃത്യമായിട്ട് തന്നെ മറുപടി നൽകുന്നുണ്ട്. അതിനൊക്കെ ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് അലീനയായിരുന്നു. അലീന കൊടുത്ത ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് ശരണ്യ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത് കണ്ടപ്പോൾ ബാലചന്ദ്രന് പോലും അത്ഭുതം തോന്നിപ്പോയി. കാരണം വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് പോരുന്ന സമയം അലീന ഒരൊറ്റ കാര്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, എനിക്ക് ശരണ്യെ ഒന്ന് കാണണമെന്ന്. ആദ്യം ബാലചന്ദ്രൻ അലീനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടേ എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ അലീന പറഞ്ഞു, അച്ഛാ, ഒരൊറ്റ നോട്ടം മതി, ഞാനും അവളും തമ്മിൽ എനിക്കറിയാം അവൾ സത്യങ്ങളൊക്കെ കോടതിയിൽ വിളിച്ചു പറയുമെന്ന്. ആ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അലീനയുടെ കൈ ചേർത്തി പിടിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ പറഞ്ഞു, മോളെ, എനിക്ക് നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് പോലും അറിയില്ല. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, എന്തിനാ അച്ഛാ നന്ദിയൊക്കെ? ഈ നന്ദിക്കും കടപ്പാടിനൊക്കെ ഇവിടെ എന്ത് പ്രസക്തിയാണുള്ളത്? നമ്മൾ അച്ഛനും മോളും അല്ലേ? ആ, അതൊക്കെ ശരിയാ മോളെ. നിനക്ക് ആ ശരണ്യയുടെ മേൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അതില്ലായിരുന്നു. ഞാൻ പോലും പതറി നിൽക്കുമായിരുന്നു. ഒരു പക്ഷേ ശരണ്യ വീട്ടുകാരുടെ നിർബന്ധം കാരണം രോഹിത്തിനെ തള്ളി പറയും, രോഹിത് കുറ്റവാളിയാണെന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നുവെന്ന് ഞാൻ പേടിച്ചിരുന്നു. പക്ഷേ നിനക്ക് ആ പേടിയുണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കും. അന്നേരം അലീന പറഞ്ഞു, അച്ഛാ, എനിക്കറിയാമായിരുന്നു അവൾ സത്യം മാത്രമേ കോടതിയിൽ പറയാൻ പറ്റുള്ളൂ എന്ന്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അവളെ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവളോട് ഒരിക്കൽ പോലും രോഹിതിനെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവൾ പറഞ്ഞു അവളുടെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളൊന്നും അവൾ ചെയ്യില്ല എന്ന്. ഒരു പക്ഷേ ഇതിന്റെ പേരിൽ ഇപ്പോൾ അവൾ കുറച്ച് ക്രൂശിക്കപ്പെടുമായിരിക്കും. എന്നാലും നാളെ ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നിരപരാധിയുടെ ജീവൻ താൻ തകർത്തില്ലല്ലോ എന്നോർത്തുകൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധം അവൾ ഒരിക്കലും വേട്ടയാടാൻ പാടില്ല എന്ന് എനിക്കുണ്ടായിരുന്നു. ആ സമയത്താണ് മനുവും ശിവശങ്കരനും അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വക്കീല് വന്നോ എന്ന്, എന്തെങ്കിലും ആയോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴാണ് ബാലചന്ദ്രൻ ആ ഒരു കാര്യം പറയുന്നത്. അതെ, വക്കീല് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് വല്ലാത്ത ആകാംക്ഷയോടുകൂടെ തന്നെ അവര് ചോദിച്ചപ്പോൾ രോഹിത്തിന് ജാമ്യം കിട്ടുമെന്നാ തോന്നുന്നത് എന്ന് പറയും. രോഹിത്തിന് ജാമ്യം കിട്ടുമെന്നോ? അപ്പോ ഹരിക്കും കിട്ടുമായിരിക്കുമല്ലേ എന്ന് ശിവശങ്കരൻ ആകാംക്ഷയോടുകൂടെ തന്നെ ഇടയ്ക്ക് കയറി ചോദിച്ചു. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. രോഹിത് നിരപരാധിയാണ്. അവൻ അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ശരണ്യ മൊഴി കൊടുത്തു. അതുകൊണ്ട് രോഹിത്തിന് ജാമ്യം കിട്ടും. ഇത് കേട്ടപ്പോൾ ശിവശങ്കറിന്റെ മുഖം അങ്ങോട്ട് ആകെ വാടിപ്പോയി. തന്റെ മോന് ജാമ്യം കിട്ടില്ലേ എന്നൊരു പേടി ആ മനസ്സിൽ അപ്പോൾ തന്നെ വന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിൽക്കുമ്പോഴാണ് ആ ഒരു വക്കീൽ അങ്ങോട്ടേക്ക് വരുന്നത്. വക്കീൽ വന്ന് ശിവശങ്കരനോട് പറഞ്ഞു, കോടതിയിൽ തിരിച്ചറിയൽ പരേഡിനിടെ അവൾ നിങ്ങളുടെ മോനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഹരിയും ബാക്കി രണ്ടുപേരും കൂടിയാണ് ഉപദ്രവിച്ചത് എന്ന് അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ ശിവശങ്കരനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ആകെ തകർന്നു പോവാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തിക്കൊണ്ട് തന്നെ ഹരിയെ വീണ്ടും ജയിലിലേക്ക് തന്നെ വിട്ടു. എന്റെ മോന് ജാമ്യം കിട്ടില്ലേ എന്ന് ശിവശങ്കരൻ ചോദിച്ചപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, ഇനിയിപ്പോ അതൊന്നും ഒരിക്കലും നടക്കില്ല. അവൾ അവരെ കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവർ കുറ്റവാളികളാണെന്ന് ഉറപ്പായി. പിന്നെ ബാലചന്ദ്രമേനോന്റെ മകൻ രോഹിത്തിനെ മാത്രം അവൾ കുറ്റപ്പെടുത്തിയിട്ടില്ല. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ജഡ്ജിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അവൾ എല്ലാം തുറന്നു പറഞ്ഞു. ശരിക്കും മനുവിനൊക്കെ അറിയാമായിരുന്നു രോഹിത് തെറ്റുകാരനല്ല എന്ന്. അവൻ ശിക്ഷിക്കപ്പെടരുത് എന്നായിരുന്നു മനുവിന്റെയും ആഗ്രഹം. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ശിവശങ്കറിന് ഇത് വലിയൊരു അടിയായി പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ പോലീസുകാർ ഹരിയെയും കൂടെയുള്ളവരെയും ജീപ്പിൽ കയറ്റിയിട്ട് വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോവാണ്. ഇതൊക്കെ ദൂരെ മാറി നിന്ന് നോക്കി നിൽക്കാനേ ശിവശങ്കറിന് പറ്റിയുള്ളൂ. ഹരിയെ ആ ഒരു കോലത്തിൽ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടമായിരിക്കട്ടെ ശിവശങ്കറിനെ. അതിന് പിന്നാലെ തന്നെ രോഹിത്തിനെ പുറത്തേക്ക് ഇറക്കി കൊണ്ടുവന്നു. രോഹിത്തിന്റെ കോലം വല്ലാതെ മാറിയിട്ടുണ്ട്. ആകെ തളർന്നൊരവസ്ഥ. പുറത്തേക്ക് ഇറങ്ങാൻ പോലും താല്പര്യമില്ലാത്തതുപോലെയായിരുന്നു അവന്റെ ഭാവം. ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് മോനെ എന്ന് വിളിച്ചിട്ട് അവന്റെ കയ്യിൽ പിടിച്ചു. പക്ഷേ അവൻ ആ കൈയൊക്കെ അങ്ങോട്ടേക്ക് തട്ടിമാറ്റാണ്. ഒരു തരം നിസ്സഹായാവസ്ഥയായിരുന്നു അവന്റെ മുഖത്ത്. മനു അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, നീ പേടിക്കേണ്ടടാ രോഹിത്തെ, നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പുറത്തിറങ്ങിയത് എന്ന്. പക്ഷേ രോഹിത്തിനൊന്നും തന്നെ മറുപടി പറഞ്ഞില്ല. അവൻ ആരോടും ഒന്നും മിണ്ടിയിരുന്നില്ല. അലീനയ്ക്ക് അത് മനസ്സിലാവും. കാരണം ഇത്രയും ദിവസം അകത്ത് കിടന്നതിന്റെ ആ ഒരു നാണക്കേടും താൻ നിരപരാധിയായിട്ടും കുറ്റവാളി എന്ന മുദ്ര കുത്തിയതിന്റെ വിഷമമൊക്കെ അവന്റെ ഉള്ളിലുണ്ട്. ബാലചന്ദ്രന്റെ സങ്കടം കണ്ടപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് രോഹിതേട്ടനെ പഴയതുപോലെ ആക്കിയെടുക്കാമെന്ന്. അലീന പറഞ്ഞാൽ പിന്നെ ബാലചന്ദ്രൻ അത് പൂർണ്ണ വിശ്വാസമാണ്. അങ്ങനെ അവർ രോഹിത്തിനെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയി. ഈ സമയം വീട്ടിൽ കമലമ്മ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. കമലമ്മ ശിവശങ്കരനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ശിവേട്ട, കാര്യങ്ങളൊക്കെ എന്തായി, ജാമ്യം കിട്ടിയോ എന്ന്. എല്ലാം ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് ശിവശങ്കരൻ ഫോൺ വെച്ചു.
കമലമ്മക്കാണെങ്കിൽ ഇരുന്നിട്ട് യാതൊരുവിധ സമാധാനവും ഇല്ലായിരുന്നു. ഒടുവിൽ ശിവശങ്കരൻ വന്നപ്പോൾ കമലമ്മ ഓടിച്ചെന്ന് ചോദിച്ചു, കൂടെ ഹരിയുണ്ടോ എന്ന്. ഹരിയില്ല. ശിവേട്ട, ഹരിക്ക് ജാമ്യം കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയാണ്. അന്നേരം രോഹിത്തിനോ എന്ന് ചോദിച്ചപ്പോൾ അവന് കിട്ടിയെന്ന് മറുപടി പറഞ്ഞു. അവരെല്ലാവരും ഒരേ കേസിലല്ലേ അകത്തുപോയത്, എന്നിട്ട് അവന് മാത്രം എങ്ങനെ ജാമ്യം കിട്ടിയെന്ന് കമലമ്മ ചോദിക്കുകയാണ്. രോഹിത് തെറ്റുകാരനല്ലെന്ന് ശരണ്യ കോടതിയിൽ പറഞ്ഞു എന്ന് ശിവശങ്കരൻ പറയും. എനിക്കപ്പോഴേ അറിയാമായിരുന്നു ശിവേട്ട ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന്. ആ അലീനയുണ്ടല്ലോ, അവൾ ശരണ്യെ വശത്താക്കിയതായിരിക്കും. അല്ലെങ്കിൽ ബാലചന്ദ്രൻ അവൾക്ക് പല ലക്ഷങ്ങളും പണമായിട്ട് ഓഫർ ചെയ്ത് കാണും. അതൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് കമലമ്മ പുച്ഛത്തോടെ പറയാണ്. അന്നേരം മനു അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ, അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മയുടെ മോന് തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടി അത് നേരിട്ട് പറഞ്ഞതാണ്. രോഹിത് അവളൊന്നും ചെയ്തിട്ടില്ലെന്ന് അവൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് അവനെതിരെ പരാതി പറയാതിരുന്നത്. അന്നേരം കമലമ്മ പറയുന്നുണ്ട്, ഓ, അവൻ തെറ്റ് ചെയ്തിട്ടില്ല പോലും, പിന്നെ അവൻ എന്തിനാ ആ സമയത്ത് അങ്ങോട്ടേക്ക് മാങ്ങ പറിക്കാൻ പോയതാണോ എന്ന്. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ അങ്ങ് ദേഷ്യപ്പെട്ടു. കമലെ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്റെ കൈയുടെ ചൂട് നീ അങ്ങ് അറിയുമെന്ന് അദ്ദേഹം ആക്രോശിച്ചു. കമലമ്മക്ക് ഒരേ സമയം സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. രോഹിത്തും കൂടി ജയിലിൽ കിടന്നുവരുന്നെങ്കിൽ തനിക്ക് ഇത്രമാത്രം വിഷമമില്ലായിരുന്നു എന്നാണ് അവൾ ചിന്തിച്ചത്. അല്പം കഴിഞ്ഞപ്പോൾ രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് അലീനയും ബാലചന്ദ്രനും വീട്ടിലേക്കെത്തി. ആ സമയത്തിന് കൃഷ്ണമോൾ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. രോഹിത്തിനെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ ഓടിച്ചെന്ന് രോഹിത്തേട്ടാ എന്ന് വിളിച്ചിട്ട് അവന്റെ കയ്യിൽ പിടിച്ചു. പക്ഷേ രോഹിത് അവളൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. ഒന്നും മിണ്ടാതെ അവൻ നേരെ അകത്തേക്ക് കയറിപ്പോയി. ഇത്രയും ദിവസം അനുഭവിച്ച കഷ്ടപ്പാടുകൾ അവന്റെ ഉള്ളിൽ അത്രക്കധികം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. തറയിൽ പോലും കാൽ ഉറക്കാത്ത മട്ടിൽ ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. അവൻ തന്റെ മുറിയിലേക്ക് പോയി. അത് കണ്ടപ്പോൾ ബാലചന്ദ്രനും വല്ലാത്ത സങ്കടം തോന്നി. ബബിത ഓടി വന്ന് ചോദിക്കുന്നത് രോഹിതേട്ടൻ വന്നോ എന്ന്. അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് ഓരോന്ന് ചോദിക്കാൻ നോക്കിയെങ്കിലും രോഹിത് മുറിയുടെ വാതിലങ്ങ് കൊട്ടിയടച്ചു. ബബിതക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. സങ്കടം കൊണ്ടായിരിക്കുമെന്ന് കരുതിയിട്ട് അവൾ സ്വയം അങ്ങ് സമാധാനിച്ചു. എന്നാലും ഈ ഒരു സന്തോഷ വാർത്ത വൈജയന്തിയെ അറിയിക്കണമല്ലോ എന്ന് കരുതി ബബിത നേരെ ഫോൺ എടുത്തു. അമ്മേ, രോഹിതേട്ടന് ജാമ്യം കിട്ടി, ഏട്ടൻ വീട്ടിലെത്തിയെന്ന് പറയും. സത്യമാണോ മോളി നീ പറയുന്നത് എന്ന് വൈജയന്തി അത്ഭുതത്തോടെ ചോദിച്ചു. അതേ അമ്മയെന്ന് അവൾ മറുപടി കൊടുത്തു. ബാക്കിയുള്ളവർക്കോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും കിട്ടിയില്ല. രോഹിതേട്ടൻ നിരപരാധിയാണെന്ന ശരണ്യ കോടതിയിൽ പറഞ്ഞത് അവൾ പറഞ്ഞു. ഉടനെ വൈജയന്തിയുടെ സ്വരം മാറി. അല്ലെങ്കിലും എന്റെ മോൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ വളർത്തിയ മോനല്ലേ അവൻ എന്ന് പറഞ്ഞ് വൈജയന്തി ഭയങ്കര അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. തന്റെ മകൻ ഒരിക്കലും തെറ്റിലേക്ക് പോകില്ല എന്നും എല്ലാവരും കൂടെ കള്ളക്കേസ് ഉണ്ടാക്കി എന്റെ മോനെ കുടുക്കിയതാണെന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ന്യായീകരിച്ചു. ഈ സമയം കോടതിയിൽ പോലീസുകാർക്ക് നല്ല പണി കിട്ടുന്നുണ്ടായിരുന്നു. രോഹിത്തിനെതിലേക്ക് അനാവശ്യമായി വലിച്ചഴിച്ചതിന് CI ജഡ്ജി നന്നായിട്ടങ്ങ് തന്നെ വഴക്ക് പറഞ്ഞു. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവർക്ക് ബോധ്യം വന്നു. ഒരു ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതും ഒരു നിരപരാധിയുടെ ജീവിതം വെച്ച് കളിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. ഇത്രയും നാൾ ജയിലിൽ കിടന്നത് കാരണം അവന്റെ പഠനവും അഭിമാനവും എല്ലാം പോയി. ഇതിനൊക്കെ ആര് മറുപടി പറയും? ഇതിനുള്ള ശിക്ഷ നിങ്ങൾ വൈകാതെ തന്നെ അനുഭവിക്കുമെന്നൊക്കെ ജഡ്ജി അവർക്ക് മുന്നറിയിപ്പ് നൽകി. അവരെ വെറുതെ വിടാൻ ജഡ്ജിക്ക് ഉദ്ദേശമില്ലായിരുന്നു. രോഹിത്തിന്റെ പേര് ചീത്തയാക്കിയത് മാത്രമല്ല, ആ കുടുംബത്തിനുണ്ടായ നഷ്ടങ്ങൾ വളരെ വലുതാണ്. കട അടിച്ചിടേണ്ടി വന്നു. ബാലചന്ദ്രന് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലായി. കുട്ടികൾക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഒരുപാടധികം പ്രശ്നങ്ങൾ. എന്തൊക്കെയായാലും രോഹിത് തിരിച്ചു വന്നല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു ബാലചന്ദ്രൻ. അലീന കാരണമാണ് ഇതെല്ലാം സാധിച്ചത് എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അലീന ആഹാരവുമായി രോഹിത്തിന്റെ മുറിയിലേക്ക് ചെന്നു. പക്ഷേ അവൻ ഒരിക്കലും കതക് തുറന്നു കൊടുത്തില്ല. അവൻ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. കുറെ നേരം തട്ടി വിളിച്ചപ്പോൾ അവൻ കതക് തുറന്നു. പക്ഷേ ആഹാരമൊന്നും കഴിക്കാനൊന്നും അവൻ തയ്യാറായിരുന്നില്ല. അവൻ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. കൊണ്ടുവന്ന ആഹാരമൊക്കെ അവൻ അങ്ങ് തട്ടിത്തെറിപ്പിച്ചു. ഇത് കണ്ട് അലീനക്ക് വല്ലാത്ത വിഷമമാവാണ്. രോഹിത് ആഹാരം തട്ടിത്തെറിപ്പിക്കുന്നതും കണ്ട് നടുങ്ങിപ്പോയ അലീന ഒരു നിമിഷം അങ്ങ് തറഞ്ഞു നിന്നുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പൊട്ടിത്തെറിക്കുമെന്ന് കരുതിയ രോഹിത് പക്ഷേ ഒന്നും മിണ്ടാതെ കട്ടിലിൽ ചെന്ന് മുഖം പൂഴ്ത്തി തേങ്ങാൻ തുടങ്ങി. ആ ദൃശ്യം കണ്ട് അങ്ങോട്ടേക്ക് വന്ന ബാലചന്ദ്രനും മനുവുമാകെ തകർന്നുപോയി. പണ്ട് ചിരിച്ചു കളിച്ചിരുന്ന് നടന്നിരുന്ന ആ ഒരു പഴയ രോഹിത് ആയിരുന്നില്ല അത്. ലോകം മുഴുവൻ തന്നെ കുറ്റവാളിയായി നോക്കുന്നു എന്ന ഭയം ആ മനസ്സിനെ വല്ലാതെ കീഴ്പ്പെടുത്തിയിരുന്നു. അടുത്ത കുറച്ച് ദിവസങ്ങൾ ആ വീട്ടിൽ വല്ലാത്ത നിശബ്ദതയായിരുന്നു. രോഹിത് ആരോടും മിണ്ടുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല. അവന്റെ ഈ ഒരു അവസ്ഥ കണ്ട് കമലമ്മയുടെ ഉള്ളാകെ സന്തോഷിച്ചു. അപരാധിയായാലും നിരപരാധിയായാലും ജയിലിൽ പോയവൻ തന്നെയാണെന്ന് കമലമ്മ വൈകുന്നേരം ഉമ്മറത്തിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നു. അത് അലീനയുടെ ചെവിയിലും എത്തി. അലീനക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവൾ നേരെ കമലയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അമ്മേ, സ്വന്തം മകൻ ചെയ്ത തെറ്റിന് അനുഭവിക്കാൻ മറ്റൊരു നിരപരാധിയെ നോക്കി ചിരിക്കുന്നത് അത്ര നല്ലതൊന്നല്ല. രോഹിത്തിനെ തളർത്താൻ ആർക്കും പറ്റില്ല. അവനെ പഴയതുപോലെ ഞാൻ മാറ്റിയെടുക്കും. അലീന തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ രോഹിത്തിനെ നിർബന്ധിച്ച് പുറത്തിറക്കി.
അവർ പഴയ കോളേജ് ക്യാമ്പസിലേക്കും രോഹിത്തിന് പ്രിയപ്പെട്ട സ്ഥലങ്ങളിലേക്കെല്ലാം കൊണ്ടുപോയി. ആദ്യമൊക്കെ രോഹിത് എതിർത്തുവെങ്കിലും അലീനയുടെ സ്നേഹത്തിനു മുന്നിൽ അവൻ അങ്ങ് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. ഇതിനിടയിൽ ഹരിയുടെ കേസ് കൂടുതൽ സങ്കീർണമായി. ശരണ്യ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നതോടുകൂടി തന്നെ ഹരിക്ക് ജാമ്യം കിട്ടാനുള്ള എല്ലാ വഴികളും അടഞ്ഞു. ശിവശങ്കരൻ വക്കീലന്മാരെ മാറി മാറി കണ്ടുവെങ്കിലും അതിനൊന്നും ഫലമുണ്ടായില്ല. തന്റെ മകൻ ജയിലിൽ കിടക്കുമ്പോൾ രോഹിത് സന്തോഷമായി നടക്കുന്നത് കാണാൻ കമലമ്മക്ക് കഴിഞ്ഞില്ല. ഒരു രാത്രിയിൽ രോഹിത്തിനെ മാനസികമായി തകർക്കാൻ കമലമ്മ പുതിയൊരു അടവ് നയവുമായി അവന്റെ മുറിയിലേക്കെത്തി. നീ വന്നതുകൊണ്ട് ഹരിയുടെ ശാപം ഈ വീടിനുണ്ടാവും, അവൾ അവനോട് പറഞ്ഞു. എന്നാൽ അപ്രതീക്ഷിതമായി മനു അത് കേട്ടു. മനു തന്റെ അമ്മയെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചു. അമ്മേ, ഇനി രോഹിത്തിനെ ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാൻ ഈ വീട് വിട്ടിറങ്ങുമെന്ന മനുവിന്റെ താക്കീത് കമലമ്മയെ നിശബ്ദയാക്കി. ആ സംഭവം രോഹിത്തിന് പുതിയൊരു ഉണർവ് നൽകി. തന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് എന്ന തിരിച്ചറിവ് അവനെ മാറ്റിമറിച്ചു. മാസങ്ങളങ്ങനെ കടന്നുപോയി. കോടതി ഹരിയെയും കൂട്ടുകാരെയും ശിക്ഷിച്ചു. നീതി ജയിച്ചു. രോഹിത് തന്റെ പഠനം പുനരാരംഭിച്ചു. ബാലചന്ദ്രന്റെ കട വീണ്ടും സജീവമായി. ഒരു വൈകുന്നേരം എല്ലാവരും ഒത്തുകൂടുമ്പോൾ അലീന രോഹിത്തിനോട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? രോഹിത് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ കൂടെയുണ്ടപ്പോൾ എനിക്കെന്തിനാ പേടി? അലീനയുടെ ആത്മവിശ്വാസവും സ്നേഹവും ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചു. കമലമ്മയുടെ അസൂയക്ക് മുന്നിൽ തല കുലിക്കാനാവാതെ സത്യത്തിന്റെ കരുത്തിൽ അവർ പുതിയൊരു ജീവിതം തുടങ്ങി. അങ്ങനെ മഴ തോരും മുംബൈയിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.